my dear students, welcome back to a new video of I Square. So in today's class, we are going to deal with the topic testing of hypothesis. So testing of hypothesis have a special use in testing the equality of two population means. രണ്ട് population means നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഇക്വാലിറ്റിയെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് testing of hypothesis യൂസ് ചെയ്യാം. So now let's discuss the procedure of testing the equality of two population means. So the first step is to set up the null hypothesis. Null hypothesis set ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ first step. നമുക്കറിയാം null hypothesisനെ നമ്മൾ denote ചെയ്യുന്നത് H0 കൊണ്ടാണ്. അതുപോലെ alternative hypothesisനെ denote ചെയ്യുന്നത് H1 കൊണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് null hypothesisനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ എപ്പോഴും ഫസ്റ്റ് നമ്മൾ null hypothesisനെ സെറ്റപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, that there is no significant difference between the two given population means. തന്നിരിക്കുന്ന population meansന് significant difference ഇല്ല. അതായത് mu1 ഉം mu2 ആണ് രണ്ട് population mean എങ്കിൽ mu1 is equal to mu2 എന്നാണ് നമ്മൾ എപ്പോഴും null hypothesisനെ സെറ്റ് ചെയ്യുക. So this is the first step in testing the equality of two population means, that is to set up the null hypothesis as there is no significant difference between two population means mu1 and mu2. Again, second step എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് ഏതാണ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. So the test is a test if the population standard deviation is known or when the sample size is large, and otherwise the test is t-test. Population standard deviation അറിയാവുന്ന കേസിലും sample size large ആയിട്ടുള്ള കേസിലും നമ്മൾ യൂസ് ചെയ്യുന്നത് z-test ആയിരിക്കും. So z-test is used when the population standard deviation is known and when the sample size is large. അല്ലാത്ത കേസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് t-test ആയിരിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് x1 bar by x2 bar the whole divided by standard error എന്നുള്ളതാണ്. So x1 ബാറും x2 ബാറും എന്താണെന്ന് നമുക്കറിയാം. x1 bar and x2 are nothing but sample means. നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾസിന്റെ മീനിനെയാണ് x1 ബാറും x2 ബാറും ഡിനോട്ട് ചെയ്യുന്നത്. So the test statistic is nothing but x1 bar minus x2 bar divided by standard error. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാൻ ഡിഫറെൻറ്റ് ഫോർമുല നമുക്കുണ്ട്. അപ്പം സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലാസിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. അപ്പം പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുള്ള കേസസിൽ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുന്നതെന്നാണ് എ പാർട്ടിലും ബി പാർട്ടിലും പറഞ്ഞിരിക്കുന്നത്. അതായത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ തന്നിട്ടുള്ള കേസസിൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അതിൽ തന്നെ രണ്ട് കേസസ് ആണുള്ളത്. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് രണ്ട് സാമ്പിൾസിനും സെയിം ആണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്, സിഗ്മ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1/n1 പ്ലസ് 1/n2. അതാണ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടാവുകയും ആ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ രണ്ട് സാമ്പിളിനും സെയിം ആകുകയും ചെയ്യുന്ന കേസസിൽ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല. നെക്സ്റ്റ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് നമുക്കറിയാം, പക്ഷെ രണ്ട് സാമ്പിളിനും പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഡിഫറെൻ്റ് ആണ്. അതായത് ആദ്യത്തെ സാമ്പിളിന് സിഗ്മ 1ഉം രണ്ടാമത്തെ സാമ്പിളിന് സിഗ്മ 2ഉം ആണെങ്കിൽ അങ്ങനെയുള്ള കേസസിൽ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2 എന്ന് പറയുന്നത്. സോ അതാണ് സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. എപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുള്ളപ്പം രണ്ട് ഫോർമുലാസ് ആണുള്ളത്. ഒന്ന് സിഗ്മ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1/n1 പ്ലസ് 1/n2, രണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഓർക്കുക. ഒന്ന്, രണ്ട് സാമ്പിൾസിനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ രണ്ട് സാമ്പിൾസിൻ്റെയും പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ആയിരിക്കുമ്പോൾ രണ്ട്
രണ്ട് സാമ്പിൾസിന്റെയും പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 1ഉം സിഗ്മ 2ഉം ആയിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് നമുക്ക് അറിയത്തില്ല. That is, population standard deviations are not known and the samples are large. Sample size large ആയിരിക്കുകയും population standard deviation അറിയാൻ മേലാത്ത കേസസിൽ sample standard deviation നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ sample standard deviation യൂസ് ചെയ്ത് നമുക്ക് standard error calculate ചെയ്യാം. And the formula is standard error is equal to square root of s1 square by n1 plus s2 square by n2. അതുപോലെ തന്നെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് അറിയത്തില്ല, പക്ഷെ സാമ്പിൾ സൈസ് സ്മോളും കൂടെ ആണെങ്കിൽ അങ്ങനത്തെ കേസസിൽ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സ്ക്വയർ റൂട്ട് ഓഫ് n1 s1 square plus n2 s2 square by n1 plus n2 minus 2 into 1 by n1 plus 1 by n2. ഈ ഫോർമുല എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിയത്തില്ല, അതുപോലെ സാമ്പിൾ സൈസ് സ്മോളും ആകുന്ന കേസസിലാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ n1 n2 എന്ന് പറയുന്നത് രണ്ട് സാമ്പിൾസിന്റെ സാമ്പിൾ സൈസ് ആണ് വരിക. ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണം? ഡിഗ്രി ഓഫ് ഫ്രീഡം വേണം അല്ലെ? ടി ടെസ്റ്റ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n1 പ്ലസ് n2 മൈനസ് 2ഉം ഇസഡ് ടെസ്റ്റ് ആണെങ്കിൽ അത് ഇൻഫിനിറ്റിയും ആയിരിക്കും. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം ടി ടെസ്റ്റ് ആണെങ്കിൽ n1 പ്ലസ് n2 മൈനസ് 2ഉം ഇസഡ് ടെസ്റ്റ് ആണെങ്കിൽ ഇൻഫിനിറ്റിയും ആയിരിക്കും. ഇനി ടി ടെസ്റ്റ് ആണെങ്കിലും ഇസഡ് ടെസ്റ്റ് ആണെങ്കിലും നമുക്ക് ടേബിൾ വാല്യൂ നമ്മുടെ ടേബിൾ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ അറിയാം. അപ്പൊ ടേബിൾ യൂസ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, ടേബിൾ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം if the calculated value is less than the table value numerically, then the test statistics fall in the acceptance region. That is, we accept the null hypothesis. നമ്മൾ H0 അല്ലേ നമ്മുടെ null hypothesis. ഈ H0നെ നമ്മൾ accept ചെയ്യും. Okay, എപ്പോഴാണ് accept ചെയ്യുന്നത്? If the calculated value is less than the table value numerically, then we accept the null hypothesis. So H0നെ accept ചെയ്യും. ഇനി അങ്ങനെ അല്ല, calculated value greater than table value numerically ആണെങ്കിൽ we will reject the null hypothesis. അങ്ങനെ അല്ല എങ്കിൽ നമ്മൾ H0നെ reject ചെയ്യുക ആണ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മൾ ഇക്വാലിറ്റി ഓഫ് പോപ്പുലേഷൻ മീൻസ് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോബ്ലം ആണ്. So the problem is the mean yield of wheat from a district A was 210 lbs with standard deviation 10 lbs per acre from a sample of 100 plots. In another district B, the mean yield was 200 lbs and standard deviation is 12 lbs from a sample of 150 plots. Assuming that the standard deviation of yield in the entire state was 11 lbs, state whether there is any significant difference between the mean yield of the crops in the two districts. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഡേറ്റാസിനെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. ഓക്കെ, ദ മീൻ yield of wheat from district A was 210 lbs. സോ രണ്ട് ഡിസ്ട്രിക്ട്സിന്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. District A and District B. Okay, the mean yield of wheat from District A. Mean ആണ് തന്നിരിക്കുന്നത്. ഏത് ഡിസ്ട്രിക്റ്റിലെ? A എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലെ mean, that is x1 bar ആണ് നമുക്ക് തന്നിരിക്കുന്നത്. Mean of District A എന്ന് പറയുന്നത് 210 എന്ന് തന്നിട്ടുണ്ട്. With standard deviation 10. So ആ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ S1 ഉം തന്നിട്ടുണ്ട്. That is 10 എന്ന് തന്നിട്ടുണ്ട്. Next we have, it is from a sample of 100 plots. So sample size N1, അതായത് district 1ന്റെ sample size എന്ന് പറയുന്നത് 100 ആണെന്ന് തന്നിട്ടുണ്ട്. So ഇത്രയും ഡേറ്റയാണ് നമുക്ക് ഡിസ്ട്രിക്ട് എയുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്നത്. In another district B, we have
the mean yield as 200 lbs. So x2 bar നമുക്ക് എന്താണെന്ന് തന്നിട്ടുണ്ട്. x2 bar is 200 lbs and standard deviation, that is S2, sample standard deviation of district B എന്ന് പറയുന്നത് 12 എന്നും തന്നിട്ടുണ്ട്. And it is from a sample of 150 plots. So N2 എന്താണ്? N2 is nothing but 150. So ഇത്രയും ഡേറ്റയാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ നമ്മളോട് എന്താണ് ചെക്ക് ചെയ്യാൻ ചോദിച്ചേക്കുന്നത്? Assuming that the standard deviation of yield in the entire state was 11 lbs. അതായത് entire stateന്റെ standard deviation തന്നിട്ടുണ്ട് 11 lbs. അതായത് entire populationന്റെ standard deviation ആണ് തന്നിരിക്കുന്നത്. അതായത് population standard deviation sigma എന്ന് പറയുന്നത് 11 എന്ന് തന്നിട്ടുണ്ട്. So test whether there is any significant difference between the mean yield of the crops in two districts. So significant difference ഉണ്ടോ എന്ത് തമ്മില്? The mean yield of the crops in the two districts. അതായത് mu1 ഉം mu2 ഉം തമ്മിൽ എന്തെങ്കിലും significant difference ഉണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. So നമ്മുടെ first step എന്താണ്? Null hypothesis നെ സെറ്റപ്പ് ചെയ്യുക. That is H0. H0 എന്താണ് നമ്മൾ സെറ്റപ്പ് ചെയ്യുക എപ്പോഴും? mu1 is equal to mu2 എന്ന് വേണം നമ്മൾ എപ്പോഴും null hypothesis നെ സെറ്റപ്പ് ചെയ്യാനെന്ന് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് എന്തെങ്കിലും significant difference ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. Just whether there is any significant difference between the two districts. I mean the yield of crops in the two districts എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ significant difference ഒന്നും ഇല്ല എന്ന് null hypothesis നെ എടുത്തു. അങ്ങനെയാണെങ്കിൽ alternative hypothesis എന്തായിട്ട് നമ്മൾ എടുക്കും? mu1 not equal to mu2 എന്ന് എടുക്കും. So രണ്ടും equal ആണെന്ന് null hypothesis നെ എടുത്തതുകൊണ്ട് alternative hypothesis രണ്ടും equal അല്ല എന്ന് നമ്മൾ എടുക്കും. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് ഏതാണെന്ന് ചൂസ് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മുടെ സാമ്പിൾ സൈസ് നോക്കിയാൽ അറിയാം, ഒന്ന് 100 മറ്റേത് 150 ആണ്. അപ്പോൾ ലാർജ് ആണ് സാമ്പിൾ സൈസ്. ലാർജ് സാമ്പിൾ സൈസ് ആണ് നമുക്ക് ഉള്ളത്. സോ ലാർജ് സാമ്പിൾ സൈസ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ഇസഡ് ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദ ടെസ്റ്റ് യൂസ്ഡ് ഇസ് ഇസഡ് ടെസ്റ്റ്. നൗ വി വാണ്ട് ടു ഫൈൻഡ് ദ ഫോർമുല ഓഫ് test statistic. So test statistics ന്റെ ഫോർമുല എന്താണ്? x1 bar minus x2 bar divided by standard error. So ഇതാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കണമെങ്കിൽ സ്റ്റാൻഡേർഡ് എററിന്റെ ഫോർമുല വേണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് ഏത് സ്റ്റാൻഡേർഡ് എററിന്റെ ഫോർമുലയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പിൾ സൈസ് ലാർജ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇസഡ് ടെസ്റ്റ് ആണെന്ന് യൂസ് ചെയ്തു. അപ്പൊ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? സിഗ്മ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1/n1 പ്ലസ് 1/n2 ആണ് ഫോർമുല. അപ്പൊ അത് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാം. സിഗ്മ എന്താണ്? 11 ആണ്. 11 ടൈംസ് സ്ക്വയർ റൂട്ട് ഓഫ് 1/n1, ദാറ്റ് ഇസ് 1/100 പ്ലസ് 1/150. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താണെന്ന് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് 11 ടൈംസ് സ്ക്വയർ റൂട്ട് ഓഫ് 1/100 എന്ന് പറയുന്നത് 0.01 ആണ്, പ്ലസ് 1/150 is 0.007. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 11 ടൈംസ് സ്ക്വയർ റൂട്ട് ഓഫ് എന്തെന്ന് കിട്ടും? 0.017. ദാറ്റ് ഇസ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താന്ന് നമുക്ക് കിട്ടും? 1.43 എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എറർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 1.43. അപ്പം ഈ വാല്യൂസ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ x1 bar by x2 bar divided by സ്റ്റാൻഡേർഡ് എറർ ആണ് നമുക്ക് വേണ്ടത്. x1 bar എന്താണ്? It is 210 minus x2 bar is 200 divided by, and we have standard error as 1.43. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
210 minus 200 is 10. So 10 by 1.43 എന്ന് കിട്ടും. 10 by 1.43. So 10 by 1.43 is nothing but 7. So ഇതിന്റെ value 7 ആണ്. So this is the computed value of test statistic എന്ന് പറയുന്നത്. So this is the computed value of test statistic. Now we need the table value of the particular question. So table value കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? Degree of freedom വേണം. So degree of freedom, this is Z test. ഇത് Z test ആയതുകൊണ്ട് നമുക്ക് degree of freedom എപ്പോഴും എന്താണെന്ന് അറിയാം? Infinity ആണെന്ന് അറിയാം. So degree of freedom infinity ആണെന്ന് അറിയാം. Degree of freedom infinity-യും level of significance ഒന്നും തരാത്തതുകൊണ്ട്, level of significance specify ചെയ്യാത്തതുകൊണ്ട് level of significance-നെ നമുക്ക് എന്തെടുക്കാം? Alpha is equal to 0.05 എന്ന് എടുക്കാം. So level of significance 0.05-ഉം degree of freedom infinity-യും ആണെങ്കിൽ നമുക്ക് ടേബിളിൽ നിന്ന് ടേബിൾ വാല്യൂ എന്തായിട്ട് കിട്ടും? 1.96 എന്ന് കിട്ടും. So the table value is nothing but 1.96. ഇതാണ് table value, ഇതാണ് computed value. Okay, table value ആണോ computed value ആണോ വലുത്? The calculated value 7 is greater than the table value 1.96. So we have to reject H0. നമുക്ക് H0-നെ reject ചെയ്തേ പറ്റുള്ളൂ. So H0 should be rejected. So this should be rejected and we have to accept our H1, that is mu1 not equal to mu2. അതായത് mu1 mu2-നോട് equal അല്ല. So the difference in the mean yield of the crops is highly significant എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. സോ ഇതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റാസിനെ സോർട്ട് ഔട്ട് ചെയ്യുക, അതിനുശേഷം നമ്മൾ അതിൻ്റെ കമ്പ്യൂട്ടഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അതിനുശേഷം ടേബിൾ വാല്യൂവിനായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം നമ്മുടെ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് ചൂസ് ചെയ്യുക. So testing of equality of two population means-ന്റെ general procedure എന്താന്ന് അത് യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. I hope you understood everything that we have discussed in today's class. In the coming class, we will discuss with some more problems related to this topic. Till then, wait for the next video. Thank you for watching.